രാമ 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 ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുദേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീ രാമപുരനാഥം ഭജേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഹരേ നാരായണ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 18ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീരാമൻ സീതാപഹരണത്തിന് ശേഷം വളരെയധികം ദുഃഖിതനായി ആ വൃക്ഷങ്ങളോടും വള്ളികളോടും പക്ഷികളോടും എല്ലാവരോടും, അതായത് പ്രകൃതിയിൽ ആരോടൊക്കെയാണോ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക, അങ്ങനെ ആ പ്രകൃതി മായാസ്വരൂപിണിയാണ്, ആ ജഗദംബിക തന്നെയാണ് പ്രകൃതി എന്നുള്ള ബോധത്തോടുകൂടി പ്രകൃതിയിൽ ലയിച്ച് ദുഃഖിതനായി അതാ അങ്ങനെ നഗ്നപാതനായിട്ട് സീതാ അന്വേഷണമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വഴി മധ്യത്തില് ഒരു ഭിന്നമായൊരു രഥം കാണടോ കുമാരനീ, തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോടു പോർ ചെയ്തിടാൻ ഊഹിക്കുകയാണ്. രാക്ഷസന്മാര് തമ്മിൽ എന്തോ ഏറ്റുമുട്ടിയിട്ടുണ്ട്, ഏതോ രാക്ഷസൻ പിടിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോഴൊരു ഘോര രൂപം കാണായി വന്നു, ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനൻ കിടക്കുന്നതത്ര നീ കണ്ടീലയോ എന്നങ്ങനെ പറഞ്ഞു. കാരണം തിന്നിട്ട് ഒരു വലിയ സത്വം അങ്ങനെ കിടക്കുകയാണ് മുന്നിൽ, രക്തത്തിൽ പൂണ്ടിട്ട് അവിടെയൊക്കെ രക്തം നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാനകിയെ ഒരു രാക്ഷസൻ അല്ലെങ്കിൽ ഒരു സത്വം തിന്നു. അങ്ങനെ എന്നിട്ട് ചുരുണ്ട് കിടക്കുകയാണെന്ന് ഉള്ള ധാരണയോടുകൂടി വില്ലിങ്ങോട്ട് തരൂ, ഇപ്പോഴെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതന്നു വിശേഷിച്ചും. അങ്ങയുടെ ദാസനാണ് ഞാൻ, പിതാവിന്റെ മിത്രമാണ്, എന്നെ മറന്നുപോയോ അങ്ങേക്ക്? അന്ന് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങല്ലേ എന്നെ ഇവിടെ താമസിപ്പിച്ചത്, ഞാൻ ജടായു ആണ് എന്ന് പറഞ്ഞപ്പോൾ തൊഴുതു. വളരെയധികം വിഷമമുണ്ടായി. ജടായുവിന് എന്ത് പറ്റി? സംഗതികൾ മുഴുവൻ പറഞ്ഞു. ചന്ദ്രഹാസം കൊണ്ടാണ് ഞാൻ ഇതാ ഈ അവസ്ഥയിലെത്തിയത്. രാവണന്റെ ആ വാള് കൊണ്ട് എൻ്റെ കാലുകൾ ഛേദിച്ചു, ചിറക് അരിഞ്ഞു. പക്ഷേ ആ ജാനകി ദേവി തെക്കേ ദിക്കിലേക്ക് കെട്ടുകൊണ്ടുപോയി രാക്ഷസ രാജാവ് 10 തലയുള്ള രാവണൻ. ഇതാ ഈ വിവരം പറഞ്ഞിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് സീതാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിതാ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു, രാമ രാമ എന്നെങ്ങനെ നിലവിളിച്ചു. വൃത്താന്തം മുഴുവനും പറഞ്ഞു. രാവണൻ കട്ടുകൊണ്ടുപോയതും അതിനെ എതിർത്ത് തോൽപ്പിക്കാനായിട്ടുള്ള പരിശ്രമവും ഒക്കെ പറഞ്ഞു. ആ മാംസഖണ്ഡമായി തീർന്ന അവസ്ഥയില് ജടായു കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന വിശേഷപ്പെട്ട സ്തുതി ആ ജടായുവിന്റെ അതിമനോഹരമായ സ്തുതി ഇവിടെ വർണ്ണിക്കുന്നു. പക്ഷികൾക്ക് കൂടി സ്തുതിക്കാൻ സാധിക്കുന്നു മനോഹരമായിട്ട്. സ്മിതസുന്ദര വികസിത വക്ത്രാംഭോരുഹം സ്മൃതി ഗോചരമസിതാംബുദകളേബരം
സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമാധാരമപ്യനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ജടായുവിന്റെ അതിമനോഹരമായ ശ്രേഷ്ഠമായ വാക്കുകളെ കൊണ്ടുള്ള സ്തുതി, അതൊക്കെ കേട്ട് രാമന്റെ അനുഗ്രഹത്തോടുകൂടി രാമനെ കണ്ടുകൊണ്ട് രാമന്റെ കൈ കൊണ്ടുള്ള സ്പർശമേറ്റുകൊണ്ട് ആ തലോടലേറ്റുകൊണ്ട് ഒരു പക്ഷിക്ക് പോലും മുക്തി കിട്ടുന്നു. പക്ഷീന്ദ്രവാഹനൻ ആയിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ സാമീപ്യം കൊണ്ട് പക്ഷികൾക്ക് പോലും മുക്തി കിട്ടുന്ന രംഗം വിവരിച്ചു. പിന്നീട് ഇതാ ആ ചലനമറ്റു ജടായു വീണു. വിധിപ്രകാരം ഭഗവാൻ തന്നെ സംസ്കരിച്ചു അഗ്നിയിൽ. പിന്നീട് അവർ ക്രൗഞ്ചാരണ്യം എന്ന വനപ്രദേശത്തിലേക്ക് പുതിയ സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് യാത്ര. അവിടെയാണ് കബന്ധനെ കാണുന്നത്. തലയും വായും വയറ്റത്താണ്. അതായത് തലയും വായും എല്ലാം വയറ്റത്താണെന്ന് അർത്ഥം, വേറൊന്നുമില്ല. ആ വയറ് മാത്രം പ്രധാനമായിട്ട് കാണാം. കലിയുഗത്തിലെ ജനങ്ങളുടെ അവസ്ഥ പോലെ നെറ്റിയിൽ കണ്ണ്, വട്ടത്തിലുള്ള വായ, കൈകൾ നീണ്ടത് ആഹാരം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കബന്ധനെ നിഗ്രഹിച്ചു, ദഹിപ്പിച്ചു. പക്ഷേ കബന്ധനിൽ നിന്നും വിവരങ്ങളൊക്കെ കിട്ടി. ബാലി സുഗ്രീവന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു കബന്ധൻ. ഇന്ദ്രന്റെ പുത്രനാണ് ബാലി, സൂര്യന്റെ പുത്രനാണ് സുഗ്രീവൻ. കിഷ്കിന്ധയിലെ അവരുടെ താമസ സ്ഥലം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ഋഷ്യമൂകാചലം, അവിടെയാണ് സുഗ്രീവന്റെ താമസ സ്ഥലം. ബാലിയും സുഗ്രീവനുമായിട്ടുള്ള ആ പിണക്കത്തില് ബാലികേറാമല എന്ന പ്രസിദ്ധമായിട്ടുള്ള ഋഷ്യമൂകാചലത്തിൽ, പമ്പാ നദിയുടെ തീരത്തുള്ള ഋഷ്യമൂകാചലത്തിലാണ് സുഗ്രീവൻ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പമ്പയുടെ തീരം അന്വേഷിച്ചുകൊണ്ട്, ഋഷ്യമൂകാചലം അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ വടക്ക് നിന്ന് ഗംഗാതീരത്ത് നിന്നുള്ള ആ യാത്ര, ഗൗതമി തീരത്തുകൂടെയുള്ള യാത്ര, കിഷ്കിന്ധ അതൊക്കെ കടന്നിട്ട്, കിഷ്കിന്ധ വേറെയാണ്, അവിടത്തേക്ക് പിന്നീടാണ് പോകുന്നത്. ഇപ്പോഴും ഋഷ്യമൂകാചലത്തിലേക്ക് എത്തുകയാണ്. പമ്പയുടെ കിഴക്കേ തീരത്ത് ഋഷ്യമൂകാചലം, അവിടെ എത്തുന്നു. ഇവിടെയാണ് മാതംഗമുനിയുടെ സാക്ഷാൽ ജഗദംബികയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ യോഗീശ്വരനായ മാതംഗമുനിയുടെ ശിഷ്യയായ ശബരി എന്ന താപസശ്രേഷ്ഠ ആദിവാസി ആയിട്ട് താമസിക്കുന്ന, കാട്ടിൽ ജീവിക്കുന്ന ആ കാട്ടുജാതിക്കാരിയായ ആ ശബരി എന്ന താപസിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നു. പമ്പയുടെ കിഴക്കേ തീരത്തേക്ക് ശബരി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വൃദ്ധയും താപസിയുമായ ഭക്തയുമായ ശബരി എത്രയോ കാലമായിട്ട് ശ്രീരാമനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാമനാമവും ജപിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആ ശബരീത ഭഗവാന്റെ പാദത്തിൽ പ്രണമിച്ചു, ആ പാദത്തിൽ നമസ്കരിച്ചു. എൻ്റെ ജന്മം സഫലമായി, എനിക്ക് ഇനി മുക്തി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാമനുമായിട്ട് സംഭാഷണം നടത്തുന്നു. ഈ സംഭാഷണത്തിനിടയിൽ എന്തൊക്കെയോ വിശേഷങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് പറഞ്ഞ് അന്യോന്യം സംഭാഷണം ചെയ്യുന്നത്. ഈശ്വര അനുഗ്രഹത്തിന് എന്താണ് വിശ്വാസം, മതം ഒന്നും ഒരു പ്രശ്നമല്ല. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. പുരുഷൻ സ്ത്രീ, ന സ്ത്രീ ന ഷണ്ടൻ ന പുമാൻ ജന്തു, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഭഗവാന്റെ അനുഗ്രഹത്തിനില്ല. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം
മമ ഭക്ത മമ ഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല, കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റൊരേതുമൊന്നും. ഇവിടെ എൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവര് മറ്റൊന്നും വേണ്ടതില്ല, അവരുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടായാൽ മതി. ഏത് ജാതിയാണ്, എവിടെയാണ് ജനിച്ചത്, സമ്പത്ത് എത്രയുണ്ട് എന്ന് ഞാൻ നോക്കാറില്ല. ഭക്തിയാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. ഭക്തിയാ തുദോഷ ഭഗവൻ ഗജയൂഥപായ. കാട്ടുമൃഗത്തെ പോലും ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ ഭക്തി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുള്ളൂ. ഭക്തിഹീനന്മാർക്ക് 100,000 കൊല്ലങ്ങൾ കഴിഞ്ഞാലും മുക്തി കിട്ടുകയില്ലല്ലോ എന്നൊക്കെയല്ലേ രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഭാഗവതം പഠിപ്പിച്ചു തരുന്നത്. നവധാ ഭക്തിയെ കുറിച്ച് ഇവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഭക്തിയിലേക്ക് എത്താൻ നമുക്ക് 9 മാർഗങ്ങൾ, അതാണ് നവധാ ഭക്തി. മുഖ്യ സാധനമല്ലോ സജ്ജന സംസർഗം ശ്രവണം, കീർത്തനം വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. ശ്രവണം ഒന്നാമത്തെ പടി, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 മാർഗങ്ങളാണ് ഭക്തി മാർഗങ്ങള്. അതിൽ ആദ്യത്തേത് ശ്രവണമാണ്, കേൾവിയാണ്, കേൾക്കണം. ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും കഥകളൊക്കെ കേൾക്കണം. കഥകൾ, നാമങ്ങൾ കേൾക്കല് പ്രധാനം ഭക്തി ഉണ്ടാക്കാൻ. 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല ഭക്തിയില്ലെങ്കിൽ തത്വജ്ഞാനവും കൈവല്യവും മോക്ഷവും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നവധാ ഭക്തിയെ കുറിച്ച് വേണ്ടതുപോലെ പറഞ്ഞുകൊടുത്ത് ആ ശബരിയെ അനുഗ്രഹിക്കുന്നു. ശബരിയുടെ ആതിഥ്യ മര്യാദകൾ സ്വീകരിക്കുന്നു. നീ ഏത് ജാതിയാണെന്ന് ചോദിക്കാതെ, ഏത് വിഭാഗമാണെന്ന് ചോദിക്കാതെ ഭക്തിയോടുകൂടി ശ്രീരാമന്റെ മുന്നിൽ കാട്ടിൽ നിന്ന് കിട്ടിയ പഴങ്ങൾ ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് സമർപ്പിച്ചു, സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതാ അനുഗ്രഹം കൊടുക്കുന്ന രംഗം. അങ്ങനെ ശബരിയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ശ്രീരാമനെ കുറിച്ച് എത്രയോ കാലമായി ചിന്തിച്ച് ഭക്തിയോടുകൂടി കഴിഞ്ഞുകൂടിയ, ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി കഴിഞ്ഞുകൂടിയ ആ പരമഭക്തയുടെ മുന്നിലേക്ക് ഇതാ ശ്രീരാമേന്ദ്രസ്വാമി എഴുന്നള്ളി. എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്ന ആഗ്രഹം നമുക്കിതാ സഫലമാകും. ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകളുണ്ടെങ്കിൽ. അനന്യാശ്ചിന്തയന്തോമാം, മറ്റുള്ള ചിന്തകളൊക്കെ വിട്ട് സർവാത്മാവായ ഭഗവാനെ ആരാണോ സർവാത്മനെ ആശ്രയിക്കുന്നത് അവരുടെ സമീപത്തേക്ക് ഭഗവാൻ കാരുണ്യ വർഷം ചൊരിഞ്ഞു കൊണ്ടുവരും എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ശബരിയെ കാണിച്ചു തന്നു. ആ ശബരി അനുഗ്രഹം ഏറ്റുവാങ്ങി അങ്ങനെ അനേക കാലം കഴിഞ്ഞുകൂടി ഒടുവില് സമാധി ആയി. അവിടെയാണ് ശബരി സമാധി ആയത്. അങ്ങനെയുള്ള ആ ഉയർന്ന ആ പർവ്വത പ്രദേശമാണ് ശബരി പീഠം എന്നറിയപ്പെടുന്നത്. അവിടെ ശ്രീരാമേന്ദ്രസ്വാമി സങ്കല്പം ചെയ്തതാണ്, കലിയുഗത്തിൽ നിന്റെ പേരിൽ എന്നെ ഇവിടെ പൂജിക്കട്ടെ എന്ന് സങ്കല്പിച്ചിരുന്നു അത്ര ത്രേതായുഗത്തിലെ രാമൻ. അതുകൊണ്ടാണ് ഇന്നും അയ്യപ്പസ്വാമിയുടെ ആ പൂർണ്ണ ബ്രഹ്മമാകുന്ന അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ശബരിമല ഈ ശബരിയുടെ പേരിൽ അറിയപ്പെടാൻ കാരണം. അങ്ങനെയാണ് ആ ശബരിമല എന്നാ പറയുന്നത്. അയ്യപ്പൻ മല, മണികണ്ഠൻ മല എന്നൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. കാരണം ഈ ശ്രീരാമ ഭക്തയായ ശബരിയുടെ, നവധാ ഭക്തിയിലൂടെ ഉയർന്നു വന്ന ശബരിയുടെ ആ സമാധിയുടെ ചൈതന്യം മുഴുവനും, ആ താപസശ്രേഷ്ഠയുടെ ചൈതന്യം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ പുണ്യസങ്കേതമാണ് ശബരിപീഠം. ഇവിടെയാണ് കോടാനുകൂടി ഭക്തജനങ്ങൾ എപ്പോഴും അനുഗ്രഹ ആശിസ്സുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണം വിളികളുമായി പോകുന്നത്. ഇതുകൂടി ഈ സമയത്ത് അനുസ്മരിക്കാം. ഒടുവിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ, ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുക്തിപ്രിയേ. ആ ശബരിയെ അനുഗ്രഹിക്കുന്നു. ശബരി
പറഞ്ഞു കൊടുക്കുന്ന മാർഗം, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് ഋഷ്യമൂകാചലൻ മാലികേറ മലയെക്കുറിച്ച് അറിയുന്നത്. പമ്പാതടം ഇവിടുന്ന് അടുത്താണ്, ഇറങ്ങി പോയാൽ പമ്പാതടത്തിലെത്തും. അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ ഋഷ്യമൂകാചലത്തിൽ എത്തുന്നത്, അതിനിടയിൽ ഹനുമൽ സമാഗമം, ഈ പമ്പാതടത്തിൽ വെച്ചിട്ടാണ് ഹനുമാൻ സ്വാമി, സുഗ്രീവന്റെ അനുചരനായ ഹനുമാനെ ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി കാണുന്നത്. അവിടെ നിന്ന് സംഭാഷണം ചെയ്യുന്നതും, അതായത് ആരെങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് വിട്ട ആ ഹനുമാൻ സ്വാമി യഥാർത്ഥത്തിൽ ശ്രീരാമന്റെ ദർശനം അവിടെ വെച്ച് നേടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിവരിച്ചുകൊണ്ട് ഇതാ ആരണ്യകാണ്ഡത്തിന്റെ അവസാന ഭാഗത്തിലാണ് ഈ ശബരിയുടെ അനുഗ്രഹലീല വർണ്ണിക്കുന്നത്. അതോടുകൂടി നമ്മൾ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് എത്തുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കബന്ധൻ ഒരു ഗന്ധർവനായിരുന്നു. ആ കബന്ധന് മുക്തി കൊടുത്ത് ഗന്ധർവനെ യാത്രയാക്കി അനുഗ്രഹിച്ച ശേഷമാണ് ആ ഭക്തോത്തമയായ ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ സന്തോഷപൂർണ്ണ അശ്രു നേത്രങ്ങളോടുകൂടി ആനന്ദം ഉൾക്കൊണ്ട് പാദ്യ അർഘ്യ ആസനാദികളെ അടുകൂടിയിട്ട് പാദം കഴിയിക്കുക, കാലിൽ അഭിഷേകം ചെയ്യുക, എന്നിട്ട് ആസനത്തിൽ ഇരുത്തുക, അവിടെ പീഠത്തിൽ ഇരുത്തുക, പൂജിക്കുക, പാദതീർത്ഥം അഭിഷേകം ചെയ്ത് അങ്ങനെ ഭോജനത്തിന് ഭക്ഷണത്തിനായിട്ട് ഫലമൂലങ്ങളൊക്കെ നൽകി അങ്ങനെ പൂജയോടുകൂടിയിട്ട് ഭക്തി പൂണ്ട് തൊഴുത് പറയുന്ന വാക്കുകളും ഭഗവാൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളുമൊക്കെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുക. ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു, പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവർ ഏതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിതവണ്ണം ഗുരുഭാഷിതം വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ
അറിയപ്പോകാതയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനൊന്നാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവിൻ. ചൊല്ലിയിടവൻ ഉത്തമേ കേട്ടുകൊള്ളുക, മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം, പിന്നെ വചോവ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലെ കേട്ടുകൊള്ളുക, കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വ വിചാരം കേൾ ഒമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം നൂനം. ഉക്തമായിതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുമുള്ളു വിചാരിച്ചാൽ. തിര്യഗിജ്യോനീജങ്ങൾക്കെന്നാകിലും മൂഢമാരാം, നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യൻ ഉത്തമ തപോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞീരിൽ നീ പറയണം. കേനവാ നീതാ സീത മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുല മകളുമാറ് ആദരാൽ ഉര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ തണ്ടലർമകളെ ഞാൻ. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും.
ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചുതൻ ഗുരുനാഥോപദേശത്താൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പാർവതീ ദേവിക്ക് ഉപദേശിക്കുന്ന മഹേശ്വര സംവാദ രൂപത്തിലുള്ള രാമായണത്തിന്റെ ആരണ്യകാന്ഡം ഇതോടുകൂടിയിട്ട് ശബരിയെ അനുഗ്രഹിക്കുന്ന മോക്ഷ സാധന മാർഗമായി നവധാഭക്തിയെ കുറിച്ച് ഉപദേശിച്ച് അനുഗ്രഹം ചൊരിയുന്ന ഭാഗത്തോടുകൂടി ആ ശബരീപീഠത്തിൽ നിന്നും ശ്രീരാമചന്ദ്രസ്വാമി പമ്പാതീരത്തേക്ക് എഴുന്നള്ളുന്നതോടുകൂടി ആരണ്യകാന്ഡം അവിടെ അവസാനിക്കുന്നു. ഇനി കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത സുദിനത്തിൽ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അഭയദാംഘ്രികം ലക്ഷ്മണാന്വിതം ജനകജായുധം മാരുതിസ്തുതം. ത്രിഭുവനപ്രിയം ശ്യാമസുന്ദരം ദശരഥാത്മജം രാമമാശ്രയേ. അഘവിനാശനം യൽകഥാമൃതം സുഖവിധായകം മുക്തിസാധകം. പരമധർമ്മണാശ്ചാശ്രയം ചതം ദശരഥാത്മജം രാമമാശ്രയേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.